പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോകുന്ന ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ കാരണം? നിസ്കരിക്കാൻ വന്നവരിലോ അഹ്ലുസുഫത്തിലോ പാവപ്പെട്ടവരാരെങ്കിലും ഇന്നത്തെ അശാ, ഡിന്നർ, രാത്രി ഫുഡ് കിട്ടാത്തവരുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ അവിടുന്ന് സുന്നത്തുസ്കാരും ഔറാദൊക്കെ കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പൊ അഹ്ലുസുഫത്തിന് ഇപ്പൊ എന്ത് തിന്നാൻ കിട്ടാനാണ്? അവർക്കിപ്പോ എന്തൊക്കെ തിന്നാൻ കിട്ടുമോ? അബൂ ഹുറൈറ തങ്ങൾ അവരുടെ ക്യാപ്റ്റൻ. ഓറവസ്ഥ തന്നെ എന്താന്ന് വെച്ചാല് ഒറ്റ തുണിയാ ഉണ്ടാവോ, ഒരു തുണി മാത്രം. അത് പൊക്കിളിന്റെ മേലെയാക്കി കയറ്റി കൊടുത്ത് മുട്ടിന്റെ താഴെയായിട്ട് ഔറത്ത് മറിച്ചെന്ന് ഉറപ്പുവരുത്തി അങ്ങനെ ഒരു നിസ്കരിക്കൽ തന്നെ. റുകൂഇൽ നിന്ന് വിരമിച്ച് സുജൂദിലേക്ക് പോകുമ്പോ അബൂ ഹുറൈറ തങ്ങൾ കാണിക്കുന്ന ഒരു വൈദഗ്ധ്യമുണ്ട്. അടിയിലൂടെ ഔറത്ത് കാണുമെന്ന് പേടിച്ചിട്ട് അടുത്തേക്ക് കൊണ്ട് ആ തുണിയൊക്കെ ഒന്ന് ടൈറ്റ് ആക്കി പിടിച്ചിട്ട് ആ സുജൂദിലേക്ക് പോക്കന്നെ. സ്വർഗത്തിലെ രാജാക്കന്മാരെ കഥയായി പറയണത്. ഇങ്ങനത്തെ 10-70 ആള് സ്ഥിരം ഉണ്ടാവും മദീനത്ത്, തിന്നാനില്ലാത്ത പാവങ്ങൾ. ആ അബൂ ഹുറൈറ തങ്ങളാണ് ഒരു ദിവസം അർത്ഥം അറിയാം എന്നാലും അർത്ഥം ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അർത്ഥം ചോദിക്കാൻ പോയത്, ഒരായത്ത് എടുത്തിട്ട്. എന്തിന്? അർത്ഥം ഇങ്ങനെ പറഞ്ഞു അതിന്റെ മീനിങ് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ ഒന്നിച്ച് നടന്ന് സിദ്ദീഖ് തങ്ങളെ വീട്ടിന്റെ അടുത്ത് എത്തിയാല് അന്ന് ഭക്ഷണം കഴിച്ചു പോകാന്ന് പറഞ്ഞാല് 2-3 ദിവസത്തെ ആ പട്ടിണി അങ്ങ് ഒഴിവായി കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ അർത്ഥം ചോദിക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു വേഗത്തിൽ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് പോയി. ഈ ട്രിക്ക് നടന്നിട്ടില്ല. അടുത്തത് പോയത് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയിട്ട് ഉമർ തങ്ങളെ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ? അർത്ഥമല്ല കിട്ടേണ്ടത് വയറ് നിറയുന്ന എന്തെങ്കിലും ഫുഡാ കിട്ടേണ്ടത്. അർത്ഥം ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് പോയി. അതും നടന്നിട്ടില്ല. പിന്നെ വരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരോ? എന്റെ അബൂ ഹുറൈറക്ക് അർത്ഥമൊന്നല്ല വേണ്ടത്, എന്റെ അബൂ ഹുറൈറക്ക് തിന്നാൻ വേണം. വരുമോനെ, ഈ മുത്തുനബിനെ എങ്ങനെ ഇപ്പൊ സഹാബത്ത് സ്നേഹിക്കാണ്ട്? എങ്ങനെ സ്നേഹിക്കാതിരിക്കുക? വേണ്ടതൊക്കെ വാരി കൊടുക്കല്ലേ ചെയ്യുന്നത്.